എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വരാനിരിക്കുന്ന +2 ഇക്കണോമിക്സ് പരീക്ഷയ്ക്ക് പബ്ലിക് എക്സാമിന് നിർബന്ധമായിട്ട് പഠിച്ചു പോകേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയുള്ള ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. മക്കളെ, നിങ്ങൾക്ക് 100% ഉപകരിക്കുന്ന ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. തീർച്ചയായും നിങ്ങൾ എല്ലാവരും ഇത് കാണണം, പഠിക്കണം. ഓക്കെ, അപ്പോൾ 2 ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഭാഗം വന്നിരിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ഓഫ് ദ സെൻട്രൽ ബാങ്ക് എന്നുള്ളതാണ്. സെൻട്രൽ ബാങ്കിന്റെ, അതായത് RBIയുടെ കേന്ദ്ര ബാങ്കിന്റെ ധർമ്മങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നാണ്. അതിൽ ബി ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് എക്സ്പ്ലെയിൻ ദ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ്സ് യൂസ്ഡ് ബൈ ദ സെൻട്രൽ ബാങ്ക് ടു കൺട്രോൾ ദ മണി സപ്ലൈ ഇൻ ദ ഇക്കോണമി. സമ്പദ് വ്യവസ്ഥയിൽ പണപ്രദാനത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ബാങ്ക് അല്ലെങ്കിൽ RBI ഉപയോഗിക്കുന്ന അളവുപരവും ഗുണപരവുമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഈ 2 ചോദ്യങ്ങൾ. അതായത് ഈ രണ്ടും കൂടെ ഒരുമിച്ച് നമുക്ക് എസ്സേ 8 മാർക്കിന് ചോദിച്ചിരിക്കുന്നു മോഡൽ എക്സാമില്. ഞാൻ അത് തന്നെയാണ് നിങ്ങളിലേക്ക് പകർത്തുന്നത്. അത് നേരിട്ട് പറയാൻ കാരണം ഇതിൽ ഈ 2 ചോദ്യങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് 4 മാർക്കിന് ചോദിക്കാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക് മുഴുവനായിട്ട് നിങ്ങൾക്ക് 8 മാർക്കിന് ചോദിക്കാറുണ്ട്. അപ്പൊ ഫങ്ഷൻസ് ഓഫ് ദ സെൻട്രൽ ബാങ്ക് മാത്രം എസ്സേ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതിന്റെ 8 പോയിന്റ് എന്താന്ന് എഴുതിയിട്ട് അത് മുഴുവനായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യണം, എങ്കിലേ നിങ്ങൾക്ക് 8 മാർക്ക് കിട്ടുകയുള്ളൂ. പോയിന്റ് മാത്രം നിങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടാൻ കഴിയില്ല, 8 മാർക്ക് കിട്ടില്ല. സെൻട്രൽ ബാങ്കിന്റെ ഫംഗ്ഷൻ മാത്രം ചോദിക്കുകയാണെങ്കിൽ. ഓക്കെ, ഇവിടെ നിങ്ങൾ സെൻട്രൽ ബാങ്കിന്റെ ഫംഗ്ഷനും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ ബാങ്ക് ഈ മണി സപ്ലൈയെ, അതായത് പണപ്രദാനത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡ്സ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ്, അതായത് മോണിറ്ററി ഇൻസ്ട്രുമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളതും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ സെൻട്രൽ ബാങ്കിന്റെ 4 ഫംഗ്ഷന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഓക്കെ, കാരണം ഇവിടെ ഒരുമിച്ച് ചോദിച്ചത് കൊണ്ട്. സെപ്പറേറ്റ് ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ രീതിക്ക് വേണം ഇതിന് ആൻസർ ചെയ്യാൻ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. നമ്മള് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് സെൻട്രൽ ബാങ്കിന്റെ ഫംഗ്ഷൻസ് ആണ്. ഇത് നമുക്ക് മാക്രോ എക്കണോമിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. മാക്രോ എക്കണോമിക്സിലെ 3ാമത്തെ ചാപ്റ്റർ ആണ് മണി ആൻഡ് ബാങ്കിങ് എന്നത്. ഈ മണി ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഉൾപ്പെടുന്നതാണ് സെൻട്രൽ ബാങ്കിന്റെ ഫംഗ്ഷൻസ് തുടങ്ങിയവ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ സെൻട്രൽ ബാങ്ക് എന്താണെന്ന് എഴുതുക, സെൻട്രൽ ബാങ്ക് രൂപീകരിച്ചത് എന്താണെന്ന് എഴുതുക, സെൻട്രൽ ബാങ്കിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് ഇന്നതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ ഫംഗ്ഷൻസ് മാത്രം എക്സ്പ്ലെയിൻ ചെയ്തു വെക്കുക. ഓക്കെ, അപ്പൊ ഞാനത് ഏതൊക്കെയാന്ന് ഒറ്റ വാക്കിൽ ഒന്ന് പറഞ്ഞ് തീർക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിക്കേണ്ടായി സെൻട്രൽ ബാങ്കിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് 8 ഉണ്ട് എന്നുള്ളത്. അതിൽ ഒന്നാമത്തേത് ഇഷ്യൂ ഓഫ് കറൻസി ആണ്, അതായത് കറൻസി നോട്ട് അച്ചടിക്കലാണ്. രണ്ടാമത്തേത് ബാങ്കേഴ്സ് ബാങ്ക് ആണ്, ബാങ്കുകളുടെ ബാങ്കായി പ്രവർത്തിക്കുക. മൂന്നാമത്തേത് ബാങ്കർ ടു ദ ഗവൺമെന്റ് ആണ്, ഗവൺമെന്റിന്റെ ബാങ്കായി പ്രവർത്തിക്കുക. 4ാമത് കൺട്രോളർ ഓഫ് മണി സപ്ലൈ ആണ്, പണപ്രദാനത്തെ നിയന്ത്രിക്കുക. 5ാമത്തേത് കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ആണ്, വിദേശ വിനിമയത്തിന്റെ സൂക്ഷിപ്പുകാരനായി പ്രവർത്തിക്കുക. 6ാമത്തേത് ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് ആണ്, അതായത് അവസാനത്തെ ആശ്രയം എന്ന രീതിയിൽ, ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്, അതായത് അവസാനത്തെ അത്താണി അല്ലെങ്കിൽ അവസാനത്തെ ആശ്രയമായിട്ട് പ്രവർത്തിക്കുക. 7ാമത്തത് നാഷണൽ ക്ലിയറിംഗ് ഹൗസ്, ദേശീയ തലത്തിൽ ഇടപാട് തീർക്കുന്നവൻ എന്നാണ് അതിന് മലയാളം. അതുപോലെ തന്നെ പബ്ലിക്കേഷൻ ഓഫ് റിപ്പോർട്ട്, 8ാമത്തെ പോയിന്റ് റിപ്പോർട്ടുകളുടെ പ്രസിദ്ധീകരണം. അപ്പൊ ഇവിടെ കമ്പൈൻ ചെയ്ത് ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞത് എങ്ങനെ 4 പോയിന്റ് മാത്രം ഉൾപ്പെടുത്തി 4 പോയിന്റിനെ എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കാവുന്നതാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ ചോദിച്ച ചോദ്യം എന്താണ്? മോണിറ്ററി പോളിസി ആൻഡ് ഇറ്റ്സ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. അപ്പൊ ഇന്ത്യയിൽ പണപ്രദാനം എന്താണ് എന്ന് എഴുതുക. മോണിറ്ററി പോളിസി എന്താണ്? മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് എന്താണ്? സെൻട്രൽ ബാങ്ക് ആണ് മോണിറ്ററി പോളിസി തയ്യാറാക്കുന്നത്. അതായത് രാജ്യത്തില് ഈ എക്കണോമിക് സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ പ്രൈസ് സ്റ്റെബിലിറ്റി, അതുപോലെ തന്നെ റിഡക്ഷൻ ഓഫ് അൺഎംപ്ലോയ്മെന്റ്, എക്കണോമിക് ഗ്രോത്ത് തുടങ്ങിയവ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് സെൻട്രൽ ബാങ്ക് കൈക്കൊണ്ടിട്ടുള്ള ഒരു നയമാണ് എന്ത് മോണിറ്ററി പോളിസി എന്നുള്ളത്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്താണ് മോണിറ്ററി പോളിസി എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതേണ്ടത് മെഷേഴ്സ്. മോണിറ്ററി പോളിസി ഈസ് ദ മെഷേഴ്സ് ടേക്കൺ ബൈ ദ മോണിറ്ററി അതോറിറ്റി ടു കൺട്രോൾ സപ്ലൈ ഓഫ് മണി ഓർ മണി സപ്ലൈ ഈസ് കോൾഡ് മോണിറ്ററി പോളിസി. അതായത് രാജ്യത്തില് പണപ്രദാനത്തെ അല്ലെങ്കിൽ പണപ്രദാനം നിയന്ത്രിക്കുന്നതിന് വേണ്ടി പണ അധികാരികൾ എടുക്കുന്ന നയങ്ങളെ ആണ് നമ്മൾ മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട മോണിറ്ററി പോളിസികളെ നമ്മൾ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത് ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ് ആണ്, അതുപോലെ തന്നെ മറ്റൊന്ന് ക്വാളിറ്റേറ്റീവ് ടൂൾസ് ആണ്. ക്വാളിറ്റേറ്റീവ് ടൂൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ് ആണ് നമ്മൾ യഥാർത്ഥത്തിൽ ബുക്കിൽ വിവരിച്ചു പോകുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ് എന്ന് പറഞ്ഞാൽ അതായത്
അളവുപരമായിട്ടുള്ള ഉപകരണങ്ങൾ എന്ന് പറയുന്നത് ബാങ്ക് റേറ്റ്, അതുപോലെ തന്നെ റിസർവ് റേഷ്യോ, അതുപോലെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. അത് മൂന്നെണ്ണം നമ്മൾ ബുക്കിൽ പഠിക്കുന്നുണ്ട്. ബാങ്ക് റേറ്റിന്റെ മറ്റൊരു പേര് എന്താണ്? ബാങ്ക് റേറ്റിന്റെ മറ്റൊരു പേര് നിങ്ങൾ കണ്ടെത്തുക. ബാങ്ക് റേറ്റിന്റെ മറ്റൊരു പേര് നിങ്ങൾ കണ്ടെത്തുക. അതുപോലെ തന്നെ റിസർവ് റേഷ്യോ, അല്ലെ? റിസർവ് റേഷ്യോ കരുതൽ അനുപാതം, ബാങ്ക് നിരക്ക്, അതുപോലെ തന്നെ കരുതൽ അനുപാതം, അതുപോലെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. ഇതാണ് എന്ത് ഈ പറഞ്ഞ നമ്മുടെ സെൻട്രൽ ബാങ്കിന്റെ പ്രധാനപ്പെട്ട ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ് എന്ന് പറയുന്നത്. അതുപോലെ അപ്പൊ അത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ് എന്തൊക്കെയാന്നുള്ളത് ഈ പറഞ്ഞ മൂന്നെണ്ണം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ് എന്ന് പറയുന്നത് മോറൽ സോഷൻ ആണ്. അതായത് ഡയറക്റ്റ് ആക്ഷൻ, പിന്നെ റേഷണൽ ക്രെഡിറ്റ്, റേഷനിങ് ക്രെഡിറ്റ് തുടങ്ങിയവ ഉൾപ്പെടുന്നതാണ് എന്ത് ക്വാളിറ്റേറ്റീവ് ടൂൾസ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഇമ്പോർട്ടന്റ് ഏതിനാണ്? ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസുകൾക്കാണ്. അപ്പൊ ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാങ്ക് റേറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് RBI ലെൻഡ്സ് മണി ടു കമേഴ്ഷ്യൽ ബാങ്ക്സ് വെൻ ദേ നീഡ് ഫണ്ട്. രാജ്യത്തിലെ പിന്നെ നമ്മുടെ കമേഴ്ഷ്യൽ ബാങ്കുകൾ അവർക്ക് പണം ആവശ്യമായി വരുമ്പോൾ RBI അവർക്ക് കടം കൊടുത്ത് സഹായിക്കും. അങ്ങനെ സഹായിക്കുന്ന ആ പണത്തിന് മേൽ ഈടാക്കുന്ന RBI തിരിച്ചു വാങ്ങുന്ന പലിശ നിരക്കിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ബാങ്ക് റേറ്റ്. ബാങ്ക് റേറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെയ്ഡ് ബൈ ദ കമേഴ്ഷ്യൽ ബാങ്ക്സ് ഓൺ ഷോർട്ട് ടേം ലോൺസ് ഫ്രം ദ RBI. അതായത് RBIയിൽ നിന്ന് നമ്മുടെ രാജ്യത്തിലെ വാണിജ്യ ബാങ്കുകൾ പണം കടം വാങ്ങുമ്പോൾ ആ കടം വാങ്ങിയ പണത്തിന് തിരിച്ചു കൊടുക്കേണ്ട പലിശ നിരക്കിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ബാങ്ക് റേറ്റ് എന്നുള്ളത്. അതിന്റെ മറ്റൊരു പേര് നിങ്ങൾക്ക് കിട്ടിയോ എന്ന് എനിക്കറിയില്ല. റിപ്പോ റേറ്റ് എന്നാണ് അതിന്റെ പുതുതായിട്ട് നമ്മൾ പറയുന്നത്. റിപ്പോ റേറ്റ് എന്നും പറയും. REPO, റിപ്പോ റേറ്റ്. അതാണ്. അപ്പൊ ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാര്യമാണ്. അതായത് വാണിജ്യ ബാങ്കുകൾ RBIയിൽ നിന്ന് പണം കടം വാങ്ങിയാൽ അതിന് തിരിച്ചടക്കേണ്ട പലിശക്ക് പറയുന്ന പേരാണ് ബാങ്ക് നിരക്ക് അല്ലെങ്കിൽ റിപ്പോ റേറ്റ്. പിന്നെ രണ്ടാമതാണ് റിസർവ് റേഷ്യോ. എന്താണ് റിസർവ് റേഷ്യോ? മണി സപ്ലൈയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് RBI ഉപയോഗിക്കുന്ന മറ്റൊരു ഉപകരണമാണ് റിസർവ് റേഷ്യോ അല്ലെങ്കിൽ കരുതൽ അനുപാതം. അപ്പൊ ഈ കരുതൽ അനുപാതം രണ്ട് തരത്തിലുണ്ട്. ഒന്ന് CRR ആണ്, മറ്റൊന്ന് SLR ആണ്. CRR എന്ന് പറയുമ്പോൾ വാണിജ്യ ബാങ്കുകൾ അവർക്ക് കിട്ടുന്ന മൊത്തം പണത്തിന്റെ ഒരു വിഹിതം എവിടെ? RBIയിൽ ഇൻവെസ്റ്റ് ചെയ്യണം, RBIയിൽ സൂക്ഷിക്കണം, കരുതലായിട്ട് വെക്കണം. അത് പണത്തിന്റെ രൂപത്തിലാണ് സൂക്ഷിക്കുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് CRR എന്നാണ്. നേരെ മറിച്ച് SLR എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ് RBIയിൽ വാണിജ്യ ബാങ്കുകൾ സൂക്ഷിക്കേണ്ട പണം തന്നെയാണ്. പക്ഷെ അത് പണത്തിന്റെ രൂപത്തിലല്ല, അത് വിദേശ കറൻസികളുടെ രൂപത്തിലോ ഗോൾഡിന്റെ രൂപത്തിലോ ഒക്കെയാണ് സൂക്ഷിക്കുന്നതെങ്കിൽ അതിനെ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ അഥവാ SLR എന്ന് വിളിക്കും. അപ്പോ ഇവിടെ ഈ പണപ്പെരുപ്പം പണച്ചുരുക്കം ഉണ്ടാകുമ്പോൾ, നമ്മുടെ രാജ്യത്തിലെ പണപ്പെരുപ്പവും പണച്ചുരുക്കം ഉണ്ടാകുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി, ഇൻഫ്ലേഷൻ ഡിഫ്ലേഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് RBI ഉപയോഗിക്കുന്ന നയങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇൻസ്ട്രുമെന്റ്സ്. അപ്പൊ അവിടെ ബാങ്ക് റേറ്റ് എങ്ങനെ പ്രതികരിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ ഉപയോഗിക്കുന്നു, അതുപോലെ റിസർവ് റേഷ്യോ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതൊക്കെയാണ് നമ്മൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ദെൻ മൂന്നാമത്തേത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ആണ്. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മുടെ രാജ്യത്തിന്റെ ഗവൺമെന്റിന്റെ കൈവശം പണം ഇല്ലാതെ വരുമ്പോൾ അവര് എന്ത് ചെയ്യും? അവര് സെക്യൂരിറ്റികൾ എന്ത് ചെയ്യും? അതായത് വിപണിയിൽ സെക്യൂരിറ്റികൾ ഇറക്കും. ഗവൺമെന്റ് സെക്യൂരിറ്റികൾ പിന്നെ വിൽക്കാൻ വെക്കും. ഗവൺമെന്റ് സെക്യൂരിറ്റികൾ വിൽക്കാൻ വെക്കും. ആ വിൽക്കാൻ വെക്കുന്ന സെക്യൂരിറ്റികൾ നമ്മുടെ RBI, അതായത് രാജ്യത്തിലെ ജനങ്ങളോ അല്ലെങ്കിൽ പിന്നെ കമേഴ്ഷ്യൽ ബാങ്കുകളോ വാങ്ങുന്നതിന് മുമ്പ് തന്നെ അത് നേരിട്ട് RBI വാങ്ങി സൂക്ഷിക്കും. അപ്പോൾ RBI ഇങ്ങനെ വാങ്ങി സൂക്ഷിക്കുന്ന സെക്യൂരിറ്റികൾ ഓപ്പൺ മാർക്കറ്റിൽ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന ഏർപ്പാടിനെ വിളിക്കുന്ന പേരാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. അതായത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ഈസ് ദ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ബൈ ദ RBI. RBI ഗവൺമെന്റ് സെക്യൂരിറ്റികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഏർപ്പാടിനെയാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇൻഫ്ലേഷൻ സമയത്ത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എങ്ങനെ പ്രവർത്തിക്കുന്നു, ഡിഫ്ലേഷൻ സമയത്ത് ഓപ്പൺ മാർക്കറ്റ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഒരു ബോക്സിലേക്ക് കൊടുത്തത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ ബാങ്ക് റേറ്റ്, അതുപോലെ തന്നെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, അതുപോലെ റിസർവ് റേഷ്യോ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ ഇൻഫ്ലേഷൻ സമയം കൊടുക്കുന്നു, ഡിഫ്ലേഷൻ സമയം കൊടുക്കുന്നു. അതിനെ നമ്മൾ താരതമ്യം ചെയ്യുക. അപ്പൊ ബാങ്ക് റേറ്റ് ഇൻഫ്ലേഷൻ സമയത്ത് ഇൻക്രീസ് ചെയ്യും. പണപ്പെരുപ്പം ഉണ്ടാവുമ്പോൾ ബാങ്ക് റേറ്റ് എന്ത് ചെയ്യും? കൂട്ടും. അതായത് അതിന്റെ അളവ് ഇൻഫ്ലേഷൻ സമയത്ത് ബാങ്ക് റേറ്റ് കൂട്ടും, അതുപോലെ തന്നെ ഡിഫ്ലേഷൻ സമയത്ത് ബാങ്ക് റേറ്റ് കുറയ്ക്കും. പിന്നെ റിസർവ് റേഷ്യോ എന്ന് പറയുന്ന CRR ഉം SLR ഉം
അതായത് ഇൻഫ്ലേഷൻ സമയത്ത് CRR കൂട്ടുന്നു, SLR കൂട്ടുന്നു, ഡിഫ്ലേഷൻ സമയത്ത് ഇവ രണ്ടും കുറയ്ക്കുന്നു. അതുപോലെ ഇൻഫ്ലേഷൻ സമയത്ത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനിൽ എന്താണ് ഈ സെക്യൂരിറ്റികൾ വാങ്ങിയ സെക്യൂരിറ്റികൾ വിൽക്കുകയും ഡിഫ്ലേഷൻ സമയത്ത് സെക്യൂരിറ്റികൾ വാങ്ങുകയും ചെയ്യുകയാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ മക്കളെ ഇത്രയും കാര്യങ്ങളാണ് ഈ പറഞ്ഞ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെടുത്തി പറയാനുള്ളത്. വളരെ ഫാസ്റ്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഞാനത് പലവട്ടം നിങ്ങളോട് പറയുന്നുണ്ട്. നിങ്ങളത് കാര്യം മനസ്സിലാക്കുക. ഇതിന്റെ ബുദ്ധിമുട്ട്, അതായത് വീഡിയോയുടെ ലെങ്ത് കൂടിയാൽ കുട്ടികൾക്ക് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. പലർക്കും ഇങ്ങനെ നെറ്റൊക്കെ ഉപയോഗിച്ച് നേരിട്ട് കാണാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം ഇത് ചുരുക്കിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഈ 3 എസ്സേകൾ 3 വീഡിയോകളായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനിയും ഇതുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുള്ള എസ്സേകൾ കൂടി നിങ്ങൾക്ക് തരും. അപ്പൊ ഇത് എസ്സേ ആയിട്ട് മാത്രമല്ല ചോദിക്കുന്നത്, മറ്റ് 5 മാർക്കിന് 4 മാർക്കിനൊക്കെ ചോദിക്കുക. എന്തായാലും ഈ ചോദ്യം ഉറപ്പാണ്, ഒരു സംശയം വേണ്ട ആ കാര്യത്തിൽ. നിങ്ങളിത് പഠിച്ചിട്ട് ഇവിടുന്ന് നിങ്ങൾ ഇറങ്ങി പോയാൽ മതി എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, പിന്നീട് നിങ്ങൾ എന്ത് ചെയ്യരുത്, വ്യാകുലപ്പെടാൻ ഇടവരരുത്. ഓക്കെ, മലയാളം പറഞ്ഞിട്ട് ശരിയാവുന്നില്ല. ഓക്കെ, വ്യാകുലപ്പെടാൻ ഇടവരരുത്. ഓക്കെ മക്കളെ, അപ്പൊ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് 100% ഉപകരിക്കുന്നതാണ്. ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഇഷ്ടപ്പെട്ടാൽ മാത്രം ഷെയർ ചെയ്യാൻ മറക്കണ്ട, ഇഷ്ടപ്പെട്ടാൽ മാത്രം എന്താണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്യാനും ഒക്കെ നോക്കുക. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായിട്ട് പുതിയ വീഡിയോ കാണാം. ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി, അത് ആദ്യം പറയേണ്ടതാണ്, എങ്കിലും അവസാനം പറയുന്നു. ഇത് നമ്മുടെ തുല്യതാ പഠിതാക്കൾക്കും അതുപോലെ തന്നെ കമ്പാർട്ട്മെന്റലായിട്ട് എക്കണോമിക്സ് എക്സാം എഴുതാൻ കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ 100% ഉപകരിക്കുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരുമാണ് ഇത് കാണേണ്ടത്. ഓക്കെ, എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായിട്ട് പുതിയ വീഡിയോ കാണാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.